അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഡിഫോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഡിഫോ കൊണ്ട് ഒരു വർക്ക് ചെയ്യുന്നതിന് കുറേ ആളുകൾ എന്നോട് പറഞ്ഞ് ഡിഫോ കൊണ്ട് നല്ലൊരു വർക്ക് ചെയ്ത് കാണിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഇന്നൊരു നല്ലൊരു വർക്കായിട്ടാണ് വന്നേട്ടാ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കൂടി തന്നെ നമ്മളൊരു ടൂളും എടുത്തിട്ടുണ്ട്. ആ ടൂൾസ് വെച്ച് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ആ ടൂൾസ് വെച്ച് വർക്ക് ചെയ്യുമെന്നാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബേസ് കോട്ടൊക്കെ അടിക്കുക. ബേസ് കോട്ട് നല്ല രീതിയിൽ പ്രൈമറിൽ മിക്സ് ചെയ്ത് അടിച്ചാൽ മതി. ബേസ് കോട്ട് അടിക്കാതെയും ചെയ്യാം, പക്ഷേ കവറേജും കുറയും, അപ്പോൾ മെറ്റീരിയൽസിൻ്റെ ഏരിയയും കുറയും, നമുക്ക് ഒരുപാട് സമയം കൊടുക്കും. ആദ്യം നല്ല ബേസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നല്ല രീതിയിൽ ബേസ് അടിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞ് ബേസ് അടിച്ച് കുളിപ്പിച്ച് ചിലവർ കവറേജ് ഒന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ടെൻഷനൊക്കെ അടിക്കുന്ന കാണുന്നുണ്ട്. ബേസ് എന്ന് ഉദ്ദേശിക്കുന്നത് അടിയിലെ വൈറ്റ് ഒന്ന് മാറിപ്പോകുക, അപ്പോൾ സെയിം കളറിൽ ബേസ് അടിച്ച് കൊടുക്കുക, അത്രേ അതിന് ആവശ്യമുള്ളൂ. അപ്പോൾ കുറച്ച് കവറേജ് ബേസ് അടിക്കുമ്പോൾ കവറേജ് കുറവാണെന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ പാട്ടിന് വിട്ടേര്, അതിൻ്റെ മുകളിൽ നിങ്ങൾ ഡിസൈൻ ചെയ്ത് മുന്നോട്ട് പോകുക, അത്രേ ഉള്ളൂ. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്ത് മെറ്റീരിയലായാലും മെറ്റീരിയൽ അടിപൊളിയാണെന്ന് വെച്ചിട്ട് വർക്ക് നന്നാവണമെന്നില്ല. കാരണം ചെയ്യുന്ന വർക്കേഴ്സും അതുപോലെ തന്നെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യാൻ ശ്രമിക്കണം, എന്നാൽ മാത്രമാണ് ആ വർക്ക് ഓക്കെ ആവുള്ളൂ. അതുകൊണ്ട് മെറ്റീരിയൽസ് ഓക്കെയാണ്, അപ്പോൾ വർക്ക് ഓക്കെ ആവും എന്നുള്ള ചിന്താഗതിയിൽ ആരും വർക്ക് ചെയ്യണ്ട. നമ്മൾ വർക്ക് നല്ല രീതിയിൽ പഠിച്ച് ചെയ്യുക, അതാണ് വേണ്ടത്. പിന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് ഡിഫോ എന്ന് പറഞ്ഞത്. അതിൻ്റെ പാറ്റേൺസ് വിസിബിലിറ്റി ആണെങ്കിലും കാണാനാണെങ്കിലും ഒരു രക്ഷയില്ലാത്ത ഫീലാണ്, അത്രയും പൊളിയാണ്. ഒരുപാട് ആളുകൾ നമ്മുടെ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ട് അതിൻ്റെ നല്ല നല്ല റിവ്യൂ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോൾ നമുക്ക് ഹാപ്പിയാണ്, കാരണം നമുക്കറിയാം ഓൾറെഡി ഈ പ്രൊഡക്റ്റ് ഇങ്ങനെയാണെന്നുള്ളത്. മാർക്കറ്റിൽ നമ്മളൊരു പ്രൊഡക്റ്റ് ഇറക്കുന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് അത്രയും റിസർച്ച് ചെയ്തിട്ട് മാത്രമേ ഇറക്കുള്ളൂ, അല്ലാതെ നമ്മൾ ഇറക്കാറില്ല. അപ്പോൾ ഡിഫോക്ക് നമ്മൾ ഓപ്പൺ ചെയ്യാം കേട്ടോ. ഇതാക്കിയിട്ട് അത്യാവശ്യം ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇത് തന്നെ ന്യൂട്രൽ വൈറ്റാണ് വന്നത്, അതുകൊണ്ട് തന്നെ ആ സാധനം അത്ര ഇതായിട്ടിരിക്കും. സോഫ്റ്റ്നെസ് ഉണ്ടോ, പഴം പോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് കളറൊക്കെ മിക്സ് ചെയ്തുകൊണ്ട് എടുക്കാം. ഓക്കെ, കളർ മിക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് തന്നെ ചെയ്യാവുന്നുള്ളൂ. അതിന് വേണ്ടിയിട്ട് നല്ല സ്റ്റെയിനേഴ്സ് മാത്രം യൂസ് ചെയ്യുക, ലോക്കൽ സ്റ്റെയിനേഴ്സ് യൂസ് ചെയ്യാതിരിക്കുക, കുപ്പി സ്റ്റെയിനറുകൾ യൂസ് ചെയ്യാതിരിക്കുക, കമ്പ്യൂട്ടർ സ്റ്റെയിനർ മാത്രം യൂസ് ചെയ്യുക. എന്നാൽ മാത്രമാണ് ആ ക്ലാരിറ്റി കിട്ടുള്ളൂ. പിന്നെ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം ഈ കളറിൻ്റെ കോൺട്രാസ്റ്റ് ഇത്രയും വരാൻ പാടുള്ളൂ എന്ന്. ആ ലെവലിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കളറൊക്കെ മാറിപ്പോവും. പിന്നെ ന്യൂട്രൽ വൈറ്റ് തന്നെ കൊണ്ട് തന്നെ ഏത് കളറ് സ്റ്റെയിനർ ഒഴിച്ചാലും അപ്പം തന്നെ അത് കളറിലോട്ട് മാറി കിട്ടും. അത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് ആയിട്ട് പറയാം കേട്ടോ. ഡിഫോഗ് എടുക്കാത്തവരാണെങ്കിൽ എടുത്തുകൊണ്ട് ചെയ്ത് നോക്കാൻ പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇത് വാങ്ങിയതാണ്. എത്രത്തോളം ഇത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്നൊന്നും നമുക്കിപ്പോൾ അറിയാൻ പാടില്ല, കാരണം ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഈ വർക്കിന് ഞാൻ ഈ ഒരു ബ്ലേഡ് വെച്ചാണ് മുഴുവൻ ചെയ്യാൻ പോണത്. നമുക്കത് എത്രത്തോളം യൂസ്ഫുൾ ആവുമെന്ന് നോക്കാം. അപ്പോൾ മിക്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ പ്രൊഡക്റ്റ് റെഡി ആയിട്ടിരിക്കുകയാണ്. നമുക്ക് നേരെ ബേസ് കോട്ട് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ആപ്ലിക്കേഷൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ നമ്മുടെ പുതിയ ബ്ലേഡിലോട്ട് മെറ്റീരിയൽസ് ഇട്ട് വലിക്കാൻ തുടങ്ങിയാണ്. അത് എത്രത്തോളം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആദ്യം ഞാൻ ഇതിൻ്റെ ഒപ്പം പറഞ്ഞ 2 ബ്ലേഡാണ്. അപ്പോൾ ആദ്യം എടുത്തിട്ടത് സൈഡ് 2 ഭാഗം കർവുള്ളതാണ്. അതിട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ വര വീഴാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ആ ബ്ലേഡ് യൂസ്ഫുള്ളല്ല, അത് നമുക്ക് ആവശ്യമില്ല. പിന്നെ ഞാൻ ആ ബ്ലേഡ് മാറ്റിയിട്ട് ലെവല് കറക്റ്റായിട്ടുള്ള ബ്ലേഡ്. അപ്പോൾ ഓക്കെ, നമുക്ക് ഈസി ആയിട്ട് ഇടാൻ പറ്റുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ആദ്യം എനിക്കൊരു ഇച്ചിരി ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്തെങ്കിലും പിന്നീട് ഇട്ടിട്ട് വന്ന് അതിനോട്ട് ഹാൻഡിലിംഗ് ഒക്കെ കറക്റ്റായി കഴിഞ്ഞപ്പോഴേക്കും ഓക്കെ, നമുക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ആ ഹാൻഡിൽ ഭാഗത്തൊക്കെ കുറച്ചും കൂടി മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ ഇച്ചിരിയും കൂടി ഈസി ആയിട്ട് നമുക്ക് കംഫർട്ടബിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്യാം. പിന്നെ കൂടുതൽ കാര്യം എന്ന് പറഞ്ഞാൽ ലാർജ് ക്വാണ്ടിറ്റി മെറ്റീരിയൽ ബ്ലേഡിൽ എടുത്തിട്ട് നമുക്ക് വലിച്ച് ഏരിയ കൂട്ടി ഇടാം. അപ്പോൾ നമുക്ക് സമയം ഒരുപാട് ലാഭിച്ച് വർക്ക് വേഗം തീർത്തു പോകാൻ സാധിക്കും. അതൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ സാധാ വാട്ടർ ബ്ലേഡ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിച്ച് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പെട്ടെന്നൊരു ബ്ലേഡിലോട്ട് മാറുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ ഈ ബ്ലേഡിന് വരാനുള്ളൂ. അതിനപ്പുറത്തോട്ട് വേറെ ഒന്നും വരാൻ ഈ ബ്ലേഡിന് ഇല്ലയെന്ന് എനിക്ക് തോന്നി. കാരണം ഞങ്ങൾ സ്റ്റീൽ ട്രബിളൊക്കെ വെച്ച് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. പിന്നെ ഫസ്റ്റ് ലെയർ നല്ല രീതിയിൽ വലിച്ചിട്ട്, അപ്പോൾ അത് എത്രത്തോളം ഫിനിഷ് ആവും കാര്യങ്ങളാവും നോക്കാം. നമുക്ക് എത്ര ലെയറിൽ ഫിനിഷിങ് വരും. സാധാരണ ഞങ്ങൾ 3 ലെയറൊക്കെ ആപ്ലിക്കേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് എത്ര വോട്ടിൽ ആപ്ലിക്കേഷൻ കിട്ടും എന്നൊക്കെ നോക്കാം. പിന്നെ എപ്പോഴുള്ള കാര്യം, ഏത് ലെയർ ഇട്ട് കഴിഞ്ഞാലും നന്നായിട്ട് ഡ്രൈ ചെയ്ത് അതിന് ശേഷം മാത്രമേ അടുത്ത കോട്ടിലോട്ട് കടക്കാൻ പാടുള്ളൂ. ചിലർ ഉണങ്ങുന്നതിന് മുന്നേ ഇട്ട് ഇതിൻ്റെ മുകളിലിട്ട് പഠിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആവശ്യമില്ലാത്ത ഫോഗും കാര്യങ്ങളൊക്കെ വീഴും, പാറ്റേണിൽ ഒരു ഓർഡർ ഉണ്ടാവില്ല, അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകളുണ്ടാവും. ഡിഫോ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റാണ്. സിമെൻറ്റ് ടെക്സ്റ്ററിനെ വെച്ച് നോക്കുമ്പോൾ രാപകൽ വ്യത്യാസമുണ്ട്. അത് വീഡിയോയുടെ അവസാനം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് എത്രത്തോളം വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഈ ബ്ലേഡിൻ്റെ റിവ്യൂ ഞാൻ വീഡിയോയുടെ എൻഡിൽ പറയും. നമുക്കിത് വേണോ വേണ്ടേ, യൂസ്ഫുള്ളാണോ എന്നുള്ള കാര്യങ്ങളും നമ്മൾ വീഡിയോയുടെ എൻഡിൽ പറയും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ പാറ്റേണിൽ തന്നെ
പോയിക്കൊണ്ടേയിരിക്കാം, ഒരു കുഴപ്പമൊന്നുമില്ല. ഏതൊരു ടൂളാണെങ്കിലും മെറ്റീരിയലാണെങ്കിലും ആദ്യം യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും. പക്ഷെ അത് യൂസ് ചെയ്യേണ്ട രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുമില്ല, നമുക്ക് നമ്മുടെ ജോബ് ഇച്ചിരി കൂടി ഈസി ആയിട്ട് മാറും. പിന്നെ ഒരു പ്രീമിയം ലെവലിലോട്ടൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലുള്ള ടൂൾസുകളും കാര്യങ്ങളും ഉപയോഗിച്ച് ചെയ്യണം. ലോക്കൽ ടച്ച് ആയിട്ടുള്ള രീതിയിലുള്ള ടൂൾസും കാര്യങ്ങളും ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. മെയിനായിട്ടൊരു കാര്യം പറയാം, സിമൻറ്റ് ടെക്സ്ചർ ചെയ്യാനായിട്ട് ആരും ഈ ടൂള് മേടിച്ചിട്ടുണ്ട്. അതായത് D4ൻ്റെ പ്രൊഡക്റ്റ് അല്ലാതെ സിമൻറ്റ് ടെക്സ്ചർ പ്രൊഡക്റ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടൂള് മേടിച്ചിട്ടുണ്ടോ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോയിൻസ് വീഴും, പെട്ടെന്ന് ഉണങ്ങിപ്പോവും, ബ്ലേഡ് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബ്ലേഡ് ക്ലീൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ ടൂൾസ് നിങ്ങൾക്ക് വേസ്റ്റാണ്. അപ്പോൾ അത് മെയിനായിട്ട് നിങ്ങൾ ചെയ്യുക. ഫസ്റ്റ് ലെയറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഫാനൊക്കെ ഇട്ട് വെച്ചേക്കണ വേറെ ഒന്നുമല്ല, നല്ല മഴക്കാറായിരുന്നു കേട്ടോ. അപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് ഫാനൊക്കെ ഇട്ട് വെച്ച് ഉണക്കി ഒറ്റ ദിവസം പണിയാണ്. തിങ്കളാഴ്ച രാത്രി വീഡിയോ ഇടണ്ടേ, അതായത് ഇന്ന് രാത്രി വീഡിയോ വരുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എഡിറ്റും കാര്യങ്ങളൊക്കെ തീർക്കാനുള്ളതുകൊണ്ട് തന്നെ ഫാനൊക്കെ ഇട്ട് ഉണക്കി അത് സെറ്റാക്കി വെച്ച്, മഴ പെയ്തില്ലെങ്കിലും മഴക്കാർ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു കേട്ടോ. പിന്നെ ഒരു യൂസ്ഫുള്ള് തോന്നിയത് അതിലുണ്ടാകുന്ന ചെറിയ ചെറിയ നമ്മൾ ഈ ബ്ലേഡിൻ്റെ ഇടുന്ന സമയത്ത് ചെറിയ ചെറിയ തരിപ്പുകളൊക്കെ ഈ ബ്ലേഡിൻ്റെ ഈ ഒരു വശം വെച്ച് തന്നെ ഇങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും. അതും വളരെ ഈസി ആയിട്ട് ചെയ്യാം. പിന്നെ സെക്കൻഡ് ലെയർ ഇട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര രസമായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. ഒരു രസം ഒഴുകിയാണ് പോകുന്നത്. കാരണം ബ്ലേഡ് വെച്ച് വലിക്കുമ്പോൾ ഒരു പ്രീമിയം ഇതാണ് നമുക്ക് തുടങ്ങിയത്. കാരണം അത്ര അടിപൊളിയായിട്ട് വലിക്കാൻ പറ്റുന്നുണ്ട്. ഇത് സെക്കൻഡ് ലെയറാണ് ഇടുന്നത്. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി. അപ്പോൾ ക്ലീൻ ചെയ്യാനാണെങ്കിലും വേറൊരു ബ്ലേഡിൻ്റെ ആവശ്യമില്ല. ഈ ബ്ലേഡ് തന്നെ വെച്ച് നമുക്കിത് ഇതുപോലെ ക്ലീൻ ചെയ്യാം. ഡിസൈൻ ചെയ്യാനാണെങ്കിലും ഈ ബ്ലേഡ് ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ കൈയായിട്ട് ഹാൻഡ്ലിങ് കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഓക്കെയാണിത്, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. പിന്നെ നമുക്ക് വേറെ മോഡൽസുകളും കൂടി ഈ D4ൻ്റെ ടൂൾസ് വരുന്നുണ്ട്. അപ്പോൾ ആ മോഡൽ ഇതും കൂടി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇതിലും എത്രത്തോളം ഡിഫറൻ്റ് ഉണ്ട്, ഏതാണ് നമുക്ക് ഇച്ചിരി കൂടി ഈസി എന്നുള്ളതൊക്കെ അടുത്ത ടൂളും കൂടി വന്നിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ലെയർ കഴിഞ്ഞ് ഞാൻ സെക്കൻഡ് ലെയറിലോട്ട് കടന്ന് വർത്താനം പറഞ്ഞതിൻ്റെ ഇടയിൽ പറയാൻ മറന്നുപോയി. സെക്കൻഡ് ലെയറാണ് വലിച്ചിട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല. ഈസി എന്ന് പറഞ്ഞാൽ ഈസി. ആ ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും ഞാൻ അവിടെ നിന്ന് ഇട്ടുന്ന ഇത് കണ്ടില്ലേ. പിന്നെ ഇതിൽ ജോയിൻറ്റ് വീഴുമെന്ന് ഒരുപാട് ആളുകൾക്ക് ഡൗട്ടുണ്ട്. ജോയിൻറ്റും വീഴില്ല. നിങ്ങൾ ഉണങ്ങി കഴിഞ്ഞിട്ട് നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് നിങ്ങൾ മാറി നോക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു ചെറിയ ഡിഫോൾട്ട് തോന്നുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്കത് പാച്ച് വർക്ക് ചെയ്ത് നീറ്റാക്കാം. ഒരു സെപ്പറേഷനും കാണിക്കില്ല. അത് അടിപൊളിയായിട്ട് നിൽക്കും. ഞാൻ ഇതിൽ തന്നെ ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുണ്ട് ഈ വർക്കിൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് ചെയ്തോട്ടോ, ഒരു കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ടൂൾ മേടിച്ചിട്ട് സിമൻറ്റ് ടെക്സ്ചറിൻ്റെ മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിക്കോ. ഞാൻ പറഞ്ഞെന്നുള്ളൂ, എൻ്റെ അനുഭവം കൊണ്ട് പറഞ്ഞെന്നുള്ളൂ. ചെയ്ത് കഴിഞ്ഞാൽ കുളവും. കാരണം ആ സാധനം ജോയിൻ്റ് അടിക്കും. നമ്മൾ ഇതിൽ ഉദ്ദേശിച്ച കളിക്കും, വെറുതെ തന്നെ കളിക്കും. ബ്ലേഡ് ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നല്ല സോഫ്റ്റാണ് കേട്ടോ തൊടുമ്പോൾ. ഫസ്റ്റ് കോട്ട് ഇട്ടപ്പോൾ തൊട്ട് നല്ല സോഫ്റ്റ്, നല്ല സ്മൂത്താണ്. ഇത് കൊണ്ടുപോയവർക്ക് അറിയാൻ പറ്റും. എന്താ ഫിനിഷിങ് നോക്കി, വേറെ ലെവലല്ലേ. 2 ലെയർ, 2 ലെയറിൽ നമ്മുടെ പരിപാടി വരുന്നു. 2 ലെയറിൽ. ഇനി സിമൻറ്റ് ടെക്സ്ചർ ഇതും കാണിച്ചു തരാം. ഈ സൈഡിൽ സ്റ്റെയർ കേസിൻ്റെ അവിടെ കാണുന്നത് സിമൻറ്റ് ടെക്സ്ചറും ഇത് D4ആണ്. സിമൻറ്റ് ടെക്സ്ചർ വീട് പണിയുന്ന സമയത്ത് ചെയ്തതാണ്, ഇപ്പോൾ D4 ചെയ്ത്. രണ്ടും തമ്മിലുള്ള ആ ഡിഫറൻസ് നിങ്ങളൊന്ന് നോക്കി, ഇത്രത്തോളം ഡിഫറൻസ് ഉണ്ട്. ആ സിമൻറ്റ് ടെക്സ്ചർ അവിടെ കിടന്നിട്ട് അതിൽ വല്ല പാറ്റേൺസ് നമുക്ക് കാണണ്ട. റൈറ്റ് സൈഡിലെ വാൾ നോക്കി, നല്ല രീതിയിൽ ഫീലായിട്ട് കാണിക്കണം, നല്ല ഫീല് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. പല ആൾക്കാരും പറയുന്നു അതിൻ്റെ ഫോഗിൽ വ്യത്യാസമുള്ളൂ. ഫോഗിൽ മാത്രമല്ല, മെറ്റീരിയലിലും എല്ലാത്തിലും ടോട്ടലി ഡിഫറെൻ്റ് ആണ് കേട്ടോ. സിമൻറ്റ് ടെക്സ്ചറായിട്ട് കമ്പാരിസണേ ചെയ്യാൻ പറ്റില്ല. അത്രയേറെ പൊളി പ്രൊഡക്റ്റാണ്. ഒരു അപ്ഡേറ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് D4ൻ്റെ പ്രൊഡക്റ്റ് എടുത്ത് ചെയ്യാം, ഒരു കുഴപ്പമില്ല. കാരണം നമ്മൾ കുറേ നാളായിട്ട് മാർക്കറ്റിൽ നിൽക്കുന്ന പ്രൊഡക്റ്റുകളിൽ നിന്ന് ചേഞ്ച് വരുത്തി പുതിയ ഡിസൈൻസുകളും പുതിയ ആപ്ലിക്കേഷനിലോട്ട് മാറിയാൽ മാത്രമേ നമുക്കൊരു അപ്ഡേറ്റ് ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ ഒന്നിൽ തന്നെ തൂങ്ങിയിട്ടൊരു കാര്യമില്ല. പൊളിയല്ലേ. ഏറ്റവും താഴെ നിന്നിട്ട് ഞാൻ എടുത്തതാണ്. എവിടെയെങ്കിലും നിങ്ങളൊരു ജോയിൻറ്റ് കാണുന്നുണ്ട്, ആ പാറ്റേൺസിൽ എവിടെയെങ്കിലും ഒരു ഏറ്റക്കുറച്ചിൽ കാണുന്നുണ്ട്, എല്ലാം ഒരേ ലെവലിൽ നിൽക്കണേ. അപ്പോൾ ബ്ലേഡ് എന്ന് പറയുന്ന സംഭവം അടിപൊളിയാണ്. അത് ഹാൻഡ്ലിങ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടൂൾ നിങ്ങൾക്ക് വെർത്താണ്, ഒരു കുഴപ്പമില്ല. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഫോഗൊക്കെ കണ്ടോ, പൊളിയല്ലേ. ഫോഗ് ഡിസൈൻ എന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. സിമൻറ്റ് ടെക്സ്ചറിൽ വരുന്നത് പാച്ച് വർക്കാണ്, ഇതിൽ വരുന്നത് ഫോഗാണ്. അതാണ് D4 എന്നുള്ള പേര് തന്നെ. ഒരു ഫോഗ് എലമെൻസിൻ്റെ ഒരു ഡിസൈനാണ് D4 എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ആയിരിക്കും, പ്രീമിയം ആയിരിക്കും, ക്വാളിറ്റി ആയിരിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. അപ്പോൾ സിമൻറ്റ് ടെക്സ്ചർ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. D4 എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ ടൂൾസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോസായിട്ട് വരുന്നവരെ ബൈ.